ഈശോയിൽ സ്നേഹമുള്ളവരെ, ചില ആളുകൾ പറയാറുണ്ട്, ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റണില്ല, മനസ്സിനൊരു സുഖവുമില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും ഒന്നും അങ്ങ് നടക്കണില്ല. ഇങ്ങനെ നിരാശരായി കഴിയുന്നവരോട് പറയട്ടെ, നിങ്ങളൊരു കാര്യം മാത്രം ചെയ്താൽ മതി. ഈശോ ഈശോ എന്നോ അല്ലെങ്കിൽ യേശുവേ യേശുവേ എന്നോ മാത്രം മനസ്സിൽ എപ്പോഴും ഒന്ന് പറഞ്ഞുകൊണ്ട് നടന്നേ. ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ യേശു എന്ന ഒറ്റ നാമത്തിന് കഴിയും. നിങ്ങൾ പോലും അറിയാതെ ജീവിതത്തിലെ പല തടസ്സങ്ങളും മാറിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. യേശുനാമത്തിൻ്റെ ശക്തി പലപ്പോഴും ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. യേശുനാമം ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറയാം. മുമ്പും ഇതേക്കുറിച്ച് പല വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നാമത്തിൻ്റെ ശക്തി എത്രത്തോളമെന്ന് മനസ്സിലാകും. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതാരുടെ നാമമാണ്? യേശുവിൻ്റെ നാമം. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ യേശുവിൻ്റെ നാമം ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ്. യേശുവിൻ്റെ ജനന മരണ ഉത്ഥാനത്തിലൂടെ അവിടുന്ന് നേടിയെടുത്ത രക്ഷാകര ശക്തി മുഴുവനും യേശുവെന്ന നാമം സംവഹിക്കുന്നു. അതിനാൽ രക്ഷാകരമായ ഈ നാമം വിശ്വാസത്തോടെ ഒരു പ്രാവശ്യം നാം ഉരുവിടുമ്പോൾ പോലും ഏറെ ശക്തിദായകമായി അനുഭവപ്പെടുന്നു. ഇത് വലിയ സംരക്ഷണത്തിൻ്റെ നാമമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമുക്കത് മനസ്സിലാകും. വചനം ഇങ്ങനെയാ: കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്, നീതിമാൻ അതിലോടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. ഈശോ എന്ന തിരുനാമം ആവർത്തിച്ച് നമ്മൾ ഉരുവിടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറെയാണ്. സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക്, ദുഃഖിതർക്ക് ഈശോ എന്ന നാമം ഉരുവിടുമ്പോൾ ആശ്വാസം ലഭിക്കുന്നു. ബലഹീനർക്ക് ശക്തി ലഭിക്കുന്നു. രോഗികൾ ഈ നാമം ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ രോഗശാന്തി അവർക്ക് ലഭിക്കുന്നു. ഈ ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു സ്വർഗീയ ആനന്ദമാണ് ഈശോ എന്ന് ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്നത്. അനുദിനം ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയിൽ നമുക്ക് പങ്കാളിത്തം ലഭിക്കുന്നു. ഈ ബലികൾ കാഴ്ചവെക്കുമ്പോൾ ശുദ്ധീകരണാത്മാക്കൾക്ക് മോചനം ലഭിക്കുന്നു. ഉപദ്രവിക്കാൻ വരുന്ന സാത്താൻ യേശുവിൻ്റെ നാമം ഉരുവിട്ട് നടക്കുമ്പോൾ സാത്താൻ ഭയന്ന് ഓടിമറയും. നമ്മളെ ഒരു വിധത്തിലുമുള്ള അപകടത്തിലേക്ക് നമ്മൾ പോകത്തില്ല. സഹിക്കാനായിട്ട് നമുക്ക് ശക്തി കിട്ടും. സഹനം സന്തോഷമാകും. കടമകൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. പിന്നെ യേശുവിൻ്റെ നാമം ഉരുവിട്ട് നടക്കുന്നവർ ഒരിക്കലും കള്ളം പറയില്ല, കുറ്റം പറയില്ല. നാം ആയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ വിശുദ്ധമാകും. ഇനി കുട്ടികൾ യേശുവിൻ്റെ നാമം എപ്പോഴും ഉരുവിട്ട് നടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠനം എളുപ്പമാകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ കുട്ടികളൊക്കെ ഇപ്പം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ് യേശുവേ 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 എന്ന് ഇടയ്ക്കിടയ്ക്ക് ഉരുവിട്ട് പ്രാർത്ഥിക്കുക എന്നത്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഓർമ്മ ശക്തി ലഭിക്കും, ബുദ്ധിശക്തി ലഭിക്കും, ഗ്രഹണശക്തി ലഭിക്കും. അവർ സത്സ്വഭാവികളായി വളരും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞു കൊടുക്കണം, എപ്പോഴും യേശുവേ യേശുവേ അല്ലെങ്കിൽ ഈശോ ഈശോ എന്ന് ഉരുവിട്ട് പ്രാർത്ഥിച്ച് നടക്കാൻ. എൻ്റെ നാമത്തിൽ ചോദിക്കുന്നവയെല്ലാം എൻ്റെ പിതാവ് സാധിച്ചു തരുമെന്ന വാഗ്ദാനത്തിൽ ശരണപ്പെട്ട് എപ്പോഴും ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് നമുക്ക് പറ്റണം. ഒരു നിമിഷം നമുക്കൊന്നു ചേർന്ന് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. നിത്യപിതാവിൻ്റെ വത്സലപുത്രനായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. നിങ്ങൾ മനസ്സിൽ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയുക. ലോകരക്ഷകനായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഏകരക്ഷകനായ യേശുവേ,
ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. നിത്യപ്രകാശമായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. വചനമാകുന്ന യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. കന്യാമറിയത്തിൻ്റെ പുത്രനായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ജീവനും പുനരുത്ഥാനവുമായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. പാപമോചകനായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഗുരുവും നാഥനുമായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. സൗഖ്യദായകനായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. സർവശക്തനായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ജീവജലത്തിൻ്റെ ഉറവിടമായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. നിത്യജീവന്റെ അപ്പമായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. സമാധാനദാതാവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ശാന്തശീലനും വിനീത ഹൃദയനുമായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. നല്ല ഇടയനായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ലോകാവസാനം വരെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അരുളിച്ചെയ്ത യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ആദിയും അന്ത്യവുമായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും എന്നരുളിച്ചെയ്ത യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. യേശുവിൻ പൂജിത നാമത്തിൽ ദുഷ്ടാരൂപികളെന്നേക്കും കുരിശിൽ ബന്ധിതരാകട്ടെ. സാത്താൻ ശക്തികൾ തകരട്ടെ. റാഫേൽ, ഗബ്രിയേൽ, മീഖായേൽ, മാലാഖമാർ, ദൂതന്മാർ, യൗസേപ്പിതാവും മാതാവും രക്ഷാവലയം തീർക്കട്ടെ. പത്രോസ്, പൗലോസ്, ഇടയന്മാർ, രക്തസാക്ഷികൾ, ശിഷ്യന്മാർ, വിശുദ്ധരാകും പുണ്യാത്മാക്കൾ കാവൽ എന്നും നൽകട്ടെ. തിരുവചനത്തിൻ ശക്തിയാൽ അഭിഷേകത്താൽ നിറയട്ടെ. തിരുരക്തത്തിൻ അഭിഷേകം രക്ഷാകവചം തീർക്കട്ടെ. വിശുദ്ധ കുരിശിൻ അടയാളത്താൽ രക്ഷകനേശു ജയിക്കട്ടെ. ദുഷ്ടാരൂപികൾ അകലട്ടെ. ദൈവാത്മാവ് ഭരിക്കട്ടെ. യേശുവിൻ പൂജിത നാമത്തിൽ ദുഷ്ടാരൂപികളെന്നേക്കും കുരിശിൽ ബന്ധിതരാകട്ടെ. സാത്താൻ ശക്തികൾ തകരട്ടെ.